ചീമച്ചക്ക മിക്ക വീടുകളിലും പണ്ട് കാലങ്ങളിൽ സുലഭമായിട്ടുണ്ടാവുമല്ലേ. അന്നൊന്നും നമുക്ക് വലിയ ഇഷ്ടം തോന്നാറില്ല ഇതിനോട്. കാരണം ഇതുണ്ടായി കഴിഞ്ഞാൽ എന്നും ഇതിൻ്റെ ഐറ്റംസ് ആയിരിക്കും പിന്നീട് അങ്ങോട്ട്. ഇപ്പോഴാണെങ്കിലോ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ അത് വെറുതെ കളയില്ല. അപ്പോൾ നമുക്കിന്നൊരു ചീമച്ചക്ക പെരട്ട് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം സവാള അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പൂടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചീമച്ചക്കയുടെ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണല്ലേ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുപ്പത്തിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചീമച്ചക്ക പുഴുക്ക് മിക്ക ദിവസവും ഉണ്ടാവും. 2 പച്ചമുളക് അരിഞ്ഞതോടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചീമച്ചക്ക പെരട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോള് വന്ന് ചോദിച്ചു, അമ്മേ ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന്. ചക്ക ഐറ്റംസ് അവൾക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷെങ്കിൽ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 2 തക്കാളി അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആയതിനു ശേഷം ചീമച്ചക്ക ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചീമച്ചക്കയും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരല്പം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാലകളൊക്കെ ഇടുന്നുള്ളൂ. ചീമച്ചക്ക ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീമച്ചക്കയിലെല്ലാം ഒന്ന് കോട്ടാവുന്നിടം വരെ, മസാലയുടെ ആ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ നല്ലോണം ചീമച്ചക്കയിൽ കോട്ടായിട്ടുണ്ട്. ചക്ക വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീമച്ചക്ക പെരട്ടാണ്, അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അല്പം കറിവേപ്പിലയോടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ കുക്ക് ചെയ്യാം. വെള്ളം കംപ്ലീറ്റ് വറ്റി. ഇനി ഒരല്പം വെളിച്ചെണ്ണയോടൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് നോക്കണേ.